എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മഹാഭാരതത്തിലെ അതുല്യനായ യോദ്ധാവായ കർണന്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച 3 ശാപങ്ങളെ പറ്റിയാണ്. എങ്ങനെയാണ് ആ ശാപങ്ങൾ കർണന് മേൽ പതിച്ചതെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും ഇന്ന് നമുക്ക് കേൾക്കാം. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് കർണൻ. സൂര്യപുത്രനായിട്ടും സൂതപുത്രനായി വളർന്ന കർണൻ, സകലരാലും അഭിനന്ദിക്കപ്പെടേണ്ടവനായിട്ടും എല്ലാവരാലും അപമാനിക്കപ്പെട്ടവൻ, ജീവിതകാലം മുഴുവൻ സ്വന്തം കഴിവ് തെളിയിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കർണൻ, സ്വന്തം കഴിവ് ഒന്നുകൊണ്ട് മാത്രം തനിക്ക് നേരെ വന്ന അപമാനത്തിന്റെ കൂരമ്പുകളെ തടഞ്ഞു നിർത്തിയ കർണൻ, പാണ്ഡവ സഹോദരനായിട്ടും ജീവിതകാലം മുഴുവൻ കൗരവ പക്ഷത്ത് നിന്ന കർണൻ, ഏറ്റവും ഉത്തമനായ ക്ഷത്രിയനായിട്ടും സൂതകുലത്തിൽ പിറന്നവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവൻ. അർജുനൻ മട്ടുപ്പാവിൽ ലാളനയും പരിലാളനയും ഏറ്റ് വളർന്ന ചെടിയായിരുന്നുവെങ്കിൽ കർണൻ ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ അതിമനോഹരമായ പൂക്കളോടെ നിന്ന ഒരു കാട്ടുചെടിയായിരുന്നു. ഭീമൻ പോലും വളരെ കഷ്ടപ്പെട്ട്, അതും കൃഷ്ണന്റെ സഹായത്തോടെ കീഴ്പ്പെടുത്തിയ ജരാസന്ധനെ തനിച്ച് മല്ലയുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയവനാണ് കർണൻ. ശ്രീകൃഷ്ണൻ കർണനെ വിശേഷിപ്പിച്ചത് സത്പുരുഷൻ എന്നാണ്, അതായത് ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന്. അത്രയും ഉത്തമനായ മനുഷ്യനായിട്ട് കൂടിയും എങ്ങനെയാണ് കർണന് മേൽ 3 ശാപങ്ങൾ വന്ന് പതിച്ചത്? അതാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ ശാപം, പരശുരാമന്റെ ശാപം. പാണ്ഡവരും കൗരവരും ദ്രോണാചാര്യരുടെ ശിക്ഷണത്തിൽ വിദ്യ അഭ്യസിച്ചു വരുന്ന കാലം. കർണനും ദ്രോണരുടെ ശിഷ്യനായിരുന്നു. ധനുർവിദ്യയിൽ വളരെ കഴിവുണ്ടായിരുന്നിട്ട് കൂടിയും സൂതപുത്രൻ എന്ന കാരണത്താൽ പലപ്പോഴും കർണൻ മാറ്റി നിർത്തപ്പെട്ടു. ക്ഷത്രിയർക്ക് ലഭിക്കേണ്ട വിദ്യയ്ക്ക് സൂതപുത്രൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കർണന് വിദ്യ നിഷേധിക്കപ്പെട്ടു. ദ്രോണർ തന്റെ പ്രിയ ശിഷ്യനായ അർജുനന് സകല വിദ്യകളും അഭ്യസിപ്പിക്കുകയും തന്നെ ഒഴിവാക്കി നിർത്തുകയാണ് എന്നും പലപ്പോഴും കർണന് അനുഭവപ്പെട്ടു. ബ്രഹ്മാസ്ത്ര വിദ്യ തന്നെ പഠിപ്പിച്ചാലും എന്ന് കർണൻ ദ്രോണരോട് അപേക്ഷിച്ചു. എന്നാൽ കർണൻ ആ മഹാ അസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് നേടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ദ്രോണർ കർണനെ ഒഴിവാക്കി. ദ്രോണർ തനിക്ക് നിഷേധിച്ച ബ്രഹ്മാസ്ത്ര വിദ്യ ദ്രോണരുടെ തന്നെ ഗുരുവായ പരശുരാമനിൽ നിന്ന് തന്നെ നേടിയെടുക്കുമെന്ന് കർണൻ തീരുമാനിച്ചു. താൻ അർജുനനേക്കാൾ കേമനാണെന്ന് തെളിയിക്കണമെന്ന വാശിയും കർണനിൽ രൂപപ്പെട്ടു. കർണന്റെ ഗുരുവായ ദ്രോണർ തനിക്ക് വിദ്യ നിഷേധിക്കുകയാണെങ്കിൽ അതിലും മഹത്തരമായ വിദ്യയും അറിവും താൻ നേടിയെടുക്കുകയും ചെയ്യും. അത് ദ്രോണരുടെ തന്നെ ഗുരുവായ സാക്ഷാൽ പരശുരാമനിൽ നിന്നും നേടിയെടുക്കുമെന്നും കർണൻ നിശ്ചയിച്ചു. അങ്ങനെ കർണൻ പരശുരാമന്റെ സമക്ഷത്തെത്തി. ക്ഷത്രിയരോട് അതീവ ദേഷ്യം വച്ചു പുലർത്തിയിരുന്ന പരശുരാമൻ ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ പകർന്നു നൽകുകയുള്ളൂ എന്ന് കർണന് അറിയാമായിരുന്നു. അധർമ്മികളായ ക്ഷത്രിയന്മാരോട് ആവശ്യമെങ്കിൽ ഏറ്റുമുട്ടുവാൻ ബ്രാഹ്മണ സമൂഹത്തെ സജ്ജരാക്കുവാനായിരുന്നു പരശുരാമൻ ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ പകർന്നു നൽകൂ എന്ന് തീരുമാനിച്ചിരുന്നത്. അറിവ് നേടുവാൻ അതിയായ ആഗ്രഹമുള്ള കർണൻ പരശുരാമനോട് കള്ളം പറഞ്ഞു താൻ ബ്രാഹ്മണനാണെന്ന്. പരശുരാമൻ കർണനെ ശിഷ്യനായി സ്വീകരിച്ചു. വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ കർണൻ പരശുരാമന്റെ പ്രിയ ശിഷ്യനായി മാറുകയും ചെയ്തു. തന്റെ പ്രിയ ശിഷ്യനായ കർണന് ആ സമയത്താണ് പരശുരാമൻ അതുല്യമായ വിജയധനുസ് സമ്മാനിക്കുന്നത്. ഈ വിജയധനുസ് കർണൻ പൂജാമുറിയിൽ വച്ച് പൂജിക്കുകയാണ് ചെയ്തത്. വിജയധനുസ് കർണൻ ഉപയോഗിച്ചിട്ടുള്ളത് മഹാഭാരത യുദ്ധ സമയത്ത് മാത്രമാണ്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. പരശുരാമൻ കർണന് അദ്ദേഹത്തിന്റെ സമസ്ത അറിവുകളും വിദ്യകളും പറഞ്ഞു നൽകി. ബ്രഹ്മാസ്ത്ര വിദ്യയും പകർന്നു നൽകി. അങ്ങനെയിരിക്കെ ഒരു നാൾ ക്ഷീണിതനായ പരശുരാമൻ കർണന്റെ തുടയിൽ തലവച്ച് കിടന്ന് ഉറങ്ങി. തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഒരു കാരണവശാലും വിഘ്നം സംഭവിക്കരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച കർണൻ അനങ്ങാതെയിരുന്നു. വാക്കും നിദ്രയും ഒരിക്കലും അപൂർണമായി നിർത്തുവാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യദേവന്റെ കിരണങ്ങൾ വൃക്ഷത്തിന്റെ ചില്ലകളുടെ ഇടയിലൂടെ പരശുരാമന്റെ മുഖത്ത് പതിച്ചു. തന്റെ ഗുരുവിന്റെ നിദ്ര തടസ്സപ്പെട്ടാലോ എന്ന് കരുതി കർണൻ തന്റെ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് പരശുരാമന്റെ മുഖത്ത് പതിച്ച സൂര്യകിരണങ്ങളെ തടഞ്ഞു. പരശുരാമൻ തന്റെ നിദ്ര തുടർന്നു. അപ്പോഴാണ് മരത്തെ കാർന്നു തിന്നുന്ന ഒരു ഭീകരനായ വണ്ട് കർണന്റെ തുടയിലേക്ക് വന്നിരുന്നത്. വണ്ടിനെ തട്ടിക്കളയുവാൻ താൻ ശ്രമിച്ചാൽ തന്റെ ഗുരുവായ പരശുരാമന്റെ നിദ്രയ്ക്ക് ഭംഗം വന്നാലോ എന്ന് കരുതി കർണൻ അനങ്ങാതെ ഇരുന്നു. കർണൻ തന്റെ 2 കൈപ്പത്തികളും തുറന്നു പിടിച്ച് പരശുരാമന്റെ മുഖത്തേക്ക് വീഴുന്ന സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തുന്നത് തുടരുകയും ചെയ്തു. വണ്ട് പതിയെ കർണന്റെ തുട തുരക്കുവാൻ ആരംഭിച്ചു. വണ്ട് പതിയെ കർണന്റെ തുട കരണ്ട് തിന്നുവാൻ ആരംഭിച്ചു. അതിന്റെ കൂർത്ത പല്ലുകൾ കർണന്റെ തുടയിലേക്ക് ആഴ്ന്നിറങ്ങി. വളരെ പണിപ്പെട്ട് കർണന്റെ തുട വണ്ട് തുരന്നു. ആ മഹാക്ഷത്രിയന്റെ ചുടുചോര പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. അസഹ്യമായ വേദന അനുഭവപ്പെട്ടെങ്കിൽ പോലും തൻ്റെ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ പാടില്ല എന്ന് കരുതി കർണൻ അനങ്ങാതെ തന്നെ ഇരുന്നു. തൻ്റെ സഹനശക്തി കണ്ട് പരശുരാമൻ ഒരുപാട് സന്തോഷിക്കുമെന്നും കർണൻ കരുതിയിട്ടുണ്ടാവാം.
കർണന്റെ തുടയിൽ നിന്നും ഒലിക്കുന്ന ചോര പരശുരാമന്റെ ദേഹത്തെ സ്പർശിച്ചതും പരശുരാമൻ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. പരശുരാമൻ കർണനോട് ചോദിച്ചു, എന്താണ് കർണ ഇത്? നീ എന്താണ് ഈ ഭീകരനായ വണ്ടിനെ തട്ടിത്തെറിപ്പിച്ച് കളയാത്തത്? ചുടുചോരയുടെ ഈ പ്രവാഹം നീ തടയാത്തത് എന്തുകൊണ്ടാണ്? പരശുരാമന്റെ അഭിനന്ദനം പ്രതീക്ഷിച്ച് കർണൻ പറഞ്ഞു, അങ്ങയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്താതിരിക്കുവാനാണ് ഞാൻ ഈ വേദന സഹിച്ച് ഇരുന്നത് ഗുരുദേവ. ഇത് കേട്ട് പരശുരാമന്റെ കണ്ണുകൾ ക്രോധത്താൽ ജ്വലിച്ചു. പരശുരാമൻ പറഞ്ഞു, ഇത്രയും സഹനശക്തിയോ? ഇത്രയും സഹനശക്തി ഒരിക്കലും ഒരു ബ്രാഹ്മണനിൽ കാണുവാൻ കഴിയുകയില്ല. സത്യം പറയൂ കർണ, നീ ആര്? നീ എന്തിനിവിടെ വന്നു? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് ഭസ്മമാക്കും. പറയൂ, നീ ആര്? കർണൻ പറഞ്ഞു, ഗുരുദേവ, ഞാൻ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണർക്ക് മാത്രമേ അങ്ങ് വിദ്യ പകർന്നു നൽകൂ എന്നുള്ളതിനാലാണ് ഈയുള്ളവൻ താൻ ബ്രാഹ്മണനാണ് എന്ന് അങ്ങയോട് കള്ളം പറഞ്ഞത്. ഞാൻ സൂതപുത്രനായ കർണനാണ്, സൂതനായ അതിരഥന്റെയും രാധയുടെയും പുത്രൻ. ഇത് കേട്ട് പരശുരാമൻ അലറി, കള്ളം, കള്ളം! നീ വീണ്ടും എന്നോട് കള്ളം പറയുന്നു. ഇതിനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു കർണ? പറയൂ, നീ ആര്? കർണൻ മിണ്ടാതെ നിന്നു. അതിരഥനും രാധയ്ക്കും തന്നെ കളഞ്ഞു കിട്ടിയതാണ് എന്ന് കർണന് അറിയാം. അവർ തൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ് എന്ന് കർണൻ അറിയാം. എന്നാൽ താൻ യഥാർത്ഥത്തിൽ ആര് എന്ന ചോദ്യത്തിന് കർണന് ഉത്തരമുണ്ടായിരുന്നില്ല. താൻ ആരാണ്? ആരാണ് തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ? താൻ ഏത് കുലത്തിൽ പിറന്നവൻ? കർണന് ഒന്നിനും ഉത്തരമുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പരശുരാമൻ കർണനോട് പറഞ്ഞു, വിദ്യ നേടുവാനെങ്കിൽ പോലും നീ ഗുരുവിനോട് കള്ളം പറഞ്ഞിരിക്കുന്നു. ക്ഷത്രിയനായ നീ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് എന്നെ വഞ്ചിച്ചു. ഞാൻ നിന്നെ ശപിക്കുകയാണ് കർണ. ഏതു വിദ്യ ലഭിക്കുവാൻ വേണ്ടിയാണോ നീ ഈ സാഹസത്തിന് മുതിർന്നത്, ആ വിദ്യ നിനക്ക് ഏറ്റവും അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ ഉപയോഗപ്പെടാതെ പോകട്ടെ. ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്ന ഒരു വിദ്യയും നിനക്ക് തുണയ്ക്ക് എത്തുകയില്ല. എന്നെ വഞ്ചിച്ച് എന്നിൽ നിന്നും നേടിയെടുത്ത ഒരു വിദ്യയും നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഓർമ്മ വരാതെ പോകട്ടെ. ബ്രഹ്മാസ്ത്ര വിദ്യയും നിനക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഓർമ്മിച്ചെടുക്കുവാൻ കഴിയാതെ പോകട്ടെ. പോ, എൻ്റെ കൺമുന്നിൽ നിന്നും നീ എന്നേക്കുമായി പോ. ഒരിക്കലും ഇനി എന്നെ തേടി വരരുത്. എൻ്റെ കൺമുന്നിൽ നീ വന്നു പോകരുത് കർണ. കർണൻ തല താഴ്ത്തി പരശുരാമനെ വന്ദിച്ച് ക്ഷമ ചോദിച്ച് അവിടെ നിന്നും വിടവാങ്ങി. ഇതാണ് കർണന് മേൽ പതിച്ച ഒന്നാമത്തെ ശാപം. ഇതുകൊണ്ടാണ് ഗുരുത്വം വേണം എന്ന് പറയാറുള്ളത്. ഗുരുവിനെ പറ്റിച്ചോ അല്ലെങ്കിൽ കബളിപ്പിച്ചോ വഞ്ചിച്ചോ എന്തെങ്കിലും വിദ്യ നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുക്കുകയാണെങ്കിൽ, അതൊന്നും തന്നെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുകയില്ല എന്ന് കർണൻ്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ശാപത്തെക്കുറിച്ച് കേൾക്കാം. ബ്രാഹ്മണ ശാപം. ഒരു നാൾ വനത്തിൽ വച്ച് കർണൻ ധനുർവിദ്യ അഭ്യസിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുവാൻ കർണൻ പരിശീലിക്കുകയായിരുന്നു. അങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർണൻ പൊന്തക്കാട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഏതോ ഒരു കാട്ടുമൃഗം തന്നെ ആക്രമിക്കുവാനായി പൊന്തക്കാട്ടിന് പിന്നിലായി പതുങ്ങിയിരിക്കുകയാണ് എന്ന് കരുതി കർണൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയച്ചു. അമ്പ് ലക്ഷ്യത്തിൽ കൊണ്ടു. ഭീകരമായ ഒരു ശബ്ദം പുറത്തു വന്നു. അത് ഒരു പശുവിൻ്റെ പ്രാണവേദനയോടുകൂടിയ കരച്ചിലായിരുന്നു. അപ്പോഴാണ് കർണന് മനസ്സിലായത് പൊന്തക്കാട്ടിന് പിന്നിലായി നിന്നത് പാവം ഒരു പശുവായിരുന്നുവെന്ന്. വന്യമൃഗമെന്ന് തെറ്റിദ്ധരിച്ച് താൻ അമ്പെയ്ത് കൊന്നത് മാതൃതുല്യയായ ഒരു പശുവിനെ ആയിരുന്നു. കർണൻ അതീവ സങ്കടത്തോടെ പ്രാണവേദനയിൽ പിടയുന്ന പശുവിൻ്റെ അടുത്തെത്തി. പശുവിൻ്റെ കരച്ചിൽ കേട്ട് അതിൻ്റെ ഉടമസ്ഥനായ ബ്രാഹ്മണനും ഓടിയെത്തി. താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തൻ്റെ പശു മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് കണ്ട് ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏത് മഹാപാപിയാണ് മകളെ നിന്നോട് ഈ ക്രൂരത കാട്ടിയത്? ഭഗവാനെ, എൻ്റെ കുടുംബത്തിനെ ഞാൻ ഇനി എങ്ങനെ പരിപാലിക്കും? ഇവളുടെ പാല് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു എൻ്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. അമ്മയെപ്പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ പശുവിനെ നിഷ്കരുണം അമ്പെയ്ത് കൊന്ന ആ മഹാപാപി ആരാണ്? കർണൻ ബ്രാഹ്മണനോട് പറഞ്ഞു, എന്നോട് ക്ഷമിച്ചാലും ബ്രാഹ്മണ ശ്രേഷ്ഠ, ഞാൻ കർണനാണ്. വന്യമൃഗമെന്ന് കരുതി അങ്ങയുടെ പശുവിന് നേരെ അമ്പെയ്തത് ഞാനാണ്. ഈ പശുവിന് പകരമായി ഞാൻ അങ്ങയ്ക്ക് 10 പശുക്കളെ നൽകാം. കർണന്റെ വാക്കുകൾ കേട്ട് ക്രോധം നിയന്ത്രിക്കുവാൻ കഴിയാതെ ജ്വലിക്കുന്ന കണ്ണുകളോടെ ബ്രാഹ്മണൻ പറഞ്ഞു, ദാനവീരൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന വിഡ്ഢിയായ കർണ, ഒരുവന്റെ അമ്മയെ കൊന്നതിന് ശേഷം അതിന് പകരമായി 10 അമ്മമാരെ നൽകിയാൽ അവന് സംഭവിച്ച നഷ്ടം നികത്തുവാൻ കഴിയുമോ? നീ എൻ്റെ അമ്മയാണ് കൊന്നത്, എന്നിട്ട് അഹങ്കാരത്തോടെ പറയുന്നു വേറെ 10 അമ്മമാരെ തരാമെന്ന്. അംഗരാജൻ കർണൻ, ഞാൻ നിന്നെ ശപിക്കുന്നു. എൻ്റെ പശു ആസ്വദിച്ച് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശ്രദ്ധ ഭക്ഷണം കഴിക്കുന്നതിലായിരുന്നപ്പോഴാണ് നീ അവളെ അമ്പെയ്തത്. അവൾ നിസ്സഹായയായിരുന്ന വേളയിലാണ് നീ അവളെ വധിച്ചത്. ഇതേ ഗതി നിനക്കും വരും. യുദ്ധത്തിൽ നിന്റെ ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആയിരിക്കുമ്പോൾ, നീ നിരായുധനായിരിക്കുമ്പോൾ, നീ നിസ്സഹായനായിരിക്കുമ്പോഴായിരിക്കും നീ മരണപ്പെടുക.
യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കുവാൻ കഴിയാതെ നീ നിസ്സഹായനായി നിൽക്കുന്ന വേളയിലായിരിക്കും നീ മരണപ്പെടുക കർണ. ബ്രാഹ്മണന്റെ ഉഗ്രശാപം കേട്ട് കർണൻ തലതാഴ്ത്തി നിന്നു. ഇനി നമുക്ക് കർണന് മേൽ പതിച്ച മൂന്നാമത്തെ ശാപത്തിന്റെ കഥ കേൾക്കാം. ഭൂമിദേവിയുടെ ശാപം. ആദ്യം പറഞ്ഞ 2 ശാപങ്ങളും വ്യാസഭാരതത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഇനി കേൾക്കുവാൻ പോകുന്ന മൂന്നാമത്തെ ശാപത്തിന്റെ കഥ വ്യാസഭാരതത്തിൽ ഉള്ളതല്ല. എന്നാൽ വളരെ പ്രചാരത്തിലുള്ള കഥയാണ് ഇതും. ഒരു നാൾ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായിരുന്ന കർണൻ മണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന ഒരു ബാലികയെ കണ്ടു. കർണൻ തേരിൽ നിന്നിറങ്ങി ബാലികയോട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ബാലിക പറഞ്ഞു, അമ്മ കാശ് തന്നിട്ട് എന്നോട് കടയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടു വരുവാൻ പറഞ്ഞായിരുന്നു. എന്നാൽ എൻ്റെ കാൽ വഴുതിപ്പോയി. വാങ്ങിയ എണ്ണ മുഴുവൻ കളഞ്ഞു. അമ്മ എന്നെ അടിക്കും. ഇത് കേട്ട് കർണൻ ചിരിച്ചുകൊണ്ട് ബാലികയോട് പറഞ്ഞു, ഇതിനാണോ മകളെ നീ കരയുന്നത്? നിനക്ക് എത്ര പാത്രം എണ്ണ വേണമെങ്കിലും ഞാൻ തരാം. എന്നാൽ ബാലികയ്ക്ക് തൻ്റെ അശ്രദ്ധയാൽ മണ്ണിൽ വീണുപോയ എണ്ണ തന്നെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു. മഹാബലവാനായ കർണൻ എണ്ണ വീണ മണ്ണിനെ വാരിയെടുത്ത് പാത്രത്തിന് മുകളിലായി പിടിച്ച് തൻ്റെ സർവ്വശക്തിയും പ്രയോഗിച്ച് പിഴിഞ്ഞു ഞെരിച്ചു. മണ്ണിൽ വീണ എണ്ണ മുഴുവനും ഇറ്റിറ്റായി തിരിച്ച് പാത്രത്തിലേക്ക് പതിച്ചു. ഇത് കണ്ട് ബാലിക സന്തോഷിച്ചു. എന്നാൽ കർണൻ മണ്ണിനെ ഞെരിച്ചമർത്തി എണ്ണ തിരിച്ച് പിഴിഞ്ഞെടുത്തപ്പോൾ അസഹ്യമായ വേദന അനുഭവിക്കേണ്ടി വന്നത് ഭൂമിദേവിക്കായിരുന്നു. ഭൂമിദേവി കർണനെ ശപിച്ചു. കർണ, ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടും. നീ അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ വേളയിൽ നിന്റെ രഥത്തിന്റെ ചക്രം മണ്ണിൽ പതിഞ്ഞു പോകും. നീ എത്ര ശ്രമിച്ചാലും എൻ്റെ പിടിയിൽ നിന്നും സ്വന്തം രഥത്തെ സ്വതന്ത്രമാക്കുവാൻ നിനക്ക് കഴിയുകയില്ല. അപ്പോൾ നീ ഓർക്കുക, നിന്റെ മരണം ആസന്നമായിരിക്കുന്നുവെന്ന്. ഇതാണ് കർണന് മേൽ പതിച്ച 3 ശാപങ്ങൾ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ 3 ശാപങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച വേളയിലാണ് കർണൻ മരണപ്പെടുന്നത്. അർജുനനുമായി ഏറ്റുമുട്ടുന്ന വേളയിൽ യുദ്ധഭൂമിയിൽ കർണന്റെ രഥചക്രം മണ്ണിൽ പൂണ്ടുപോവുകയും ആയുധം താഴെ വച്ച് തേരിൽ നിന്നും താഴെ ഇറങ്ങി രഥത്തിന്റെ ചക്രം പുറത്തെടുക്കുവാൻ കർണൻ ശ്രമിച്ചു. കർണൻ നിരായുധനായി മണ്ണിൽ പൂണ്ടുപോയ രഥചക്രത്തെ പുറത്തെടുക്കുവാൻ ശ്രമിക്കുന്ന വേളയിലാണ് അർജുനൻ കർണനെ വധിക്കുന്നത്. കർണന്റെ ശ്രദ്ധ അർജുനനിൽ നിന്നും മാറി രഥചക്രത്തിൽ ആയ വേളയിലാണ് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കർണനെ അമ്പെയ്ത് കൊല്ലുന്നത്. മണ്ണിൽ രഥചക്രം പൂണ്ടുപോയപ്പോൾ അത് പുറത്തെടുക്കുവാനുള്ള വിദ്യ കർണന് അപ്പോൾ ഓർമ്മ വന്നില്ല. തന്നെ വധിക്കുവാൻ തക്കം പാർത്ത് നിൽക്കുന്ന അർജുനന് നേരെ ബ്രഹ്മാസ്ത്ര വിദ്യ പ്രയോഗിക്കുവാൻ കരുതിയെങ്കിലും അതും എങ്ങനെയാണ് ചെയ്യുക എന്ന് കർണന് ഓർത്തെടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മഹാവീരനെ കീഴ്പ്പെടുത്തുവാൻ 3 ശാപങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. ഈ 3 ശാപങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച വേളയിൽ മാത്രമാണ് കർണനെ വധിക്കുവാൻ അർജുനന് കഴിഞ്ഞത്. തൽക്കാലം ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.